പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പോകുന്നത് കോട്ടയത്ത് നിന്ന് വന്ന ഒരു വാർത്തയിലേക്കാണ്. ഒരു യുവതിയെ 10 മണിക്കൂർ ക്രൂരമായ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയെന്നത് ഇന്ന് നമ്മയെല്ലാം ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. ഈ സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത, ഉയർന്ന വിദ്യാഭ്യാസം, ഉന്നത ചിന്ത എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നാട്ടിലാണ് ഇത്തരം സംഭവങ്ങളും അരങ്ങേറുന്നത്. ഈ ക്രൂരത ആവർത്തിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണം ഇപ്പോഴും അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് സർക്കാർ. പ്രണയത്തിനു പിന്നാലെ ഒന്നിച്ചു താമസിക്കുകയായിരുന്നു കോട്ടയം തിരുവഞ്ചൂരിലെ അഖിലും ഭാര്യയും. യുവതിയുടെ ശരീരത്തിൽ ബന്ധുക്കളുടെ ദുരാത്മാവ് കൂടിയെന്നാരോപിച്ചത് അഖിലിന്റെ മാതാവാണ്. ഇതോടെ മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആഭിചാരക്രിയ നടത്തുകയായിരുന്നു. രാവിലെ 11-ന് തുടങ്ങി രാത്രി 9 വരെ നീണ്ടു ആഭിചാരം. യുവതിക്ക് ബലമായി മദ്യം നൽകി, ബീഡി വലിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു, ശരീരത്തിൽ പൊള്ളലുമേൽപ്പിച്ചു. ആ ക്രൂരത യുവതി തന്നെ വിവരിക്കുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൂജ 10 മണിയായപ്പോഴാണ് തീർന്നത്. അവര് പറഞ്ഞ എന്റെ ബീഡി വലിച്ചതിന്റെ പാട് നെറ്റിയെ വന്നത്, തലേ വന്ന്. ഞാൻ എന്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു. അവരുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം. മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതിപ്പെട്ടത്. യുവതി നേരിട്ടത് കൊടും ക്രൂരതയെന്ന് നാട്ടുകാരും പറയുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ വിഷയത്തിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ മന്ത്രവാദിയാണ് ഇവരെ സത്യത്തിൽ കുരുക്കിയത്. അത് ഇന്നതിനൊരു കാര്യങ്ങൾ ചെയ്യണം, ഇന്നതുപോലെയൊക്കെ ചെയ്യണം, എങ്കിലേ ഈ ബാധ ഒഴിഞ്ഞു പോവുകയുള്ളൂ, അങ്ങനെന്തെങ്കിലും നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇത്തരം ഒരു കേസിന്റെ ഇതിലേക്കിട്ട് പോകുന്നത്. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ പരിഷ്കൃത സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന എത്ര സംഭവങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 2022 ഒക്ടോബർ 11-നായിരുന്നു കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി. സാമ്പത്തിക അഭിവൃദ്ധിക്ക് സ്ത്രീകളെ കൊന്ന് ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന ഷാഫി എന്നയാളുടെ ഉപദേശം കേട്ടാണ് നരബലിക്ക് ആസൂത്രണം തുടങ്ങിയത്. കൊലപ്പെടുത്തിയത് 2 സ്ത്രീകളെ. മന്ത്രവാദവും ആഭിചാരവും നടത്തി കരുനാഗപ്പള്ളി സ്വദേശിനിയായ തുഷാര എന്ന യുവതിയെ പൂയപ്പള്ളി ചെങ്കുളത്ത് ഭർത്താവും ഭർത്തൃമാതാവും പട്ടിണിക്കിട്ടു കൊന്നത് 2019-ലാണ്. മന്ത്രവാദ ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് കൊല്ലം ചടയമംഗലം വൈക്കലിൽ ഭർത്താവ് സജീർ തിളച്ച മീൻകറിയൊഴിച്ച് 36-കാരിയായ ഭാര്യയുടെ മുഖത്തും കഴുത്തിലും പൊള്ളിച്ചത് സമീപ ദിവസങ്ങളിലാണ്. ഇത്തരം ക്രൂരതകൾക്ക് അറുതി വേണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല. ഞെട്ടൽ ഉളവാക്കിയ സംഗതികളാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ചന്ദ്രനിൽ വരെ ആൾക്കാർ ജലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലും ആ ഒരു 24 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതിന് സപ്പോർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥകൾ മനസ്സിലാകുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ആ കുട്ടികൾ, 2 പേരും ചെറുപ്പക്കാരാണ്. അപ്പം ഇതുപോലുള്ളൊരു ഈ യുഗത്തിൽ ജീവിക്കുന്നത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതാണ് പ്രശ്നം. അന്ധവിശ്വാസത്തിന്റെ മറവിൽ കൊടും ക്രൂരതകൾ അരങ്ങേറുമ്പോഴൊക്കെ ഉയരുന്ന ചോദ്യം അന്ധവിശ്വാസം തടയാനുള്ള കേരള സർക്കാരിന്റെ നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. ചൊവ്വാഴ്ച ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇത്തരം നിയമനിർമ്മാണത്തോട് എതിർപ്പുയർത്തുന്നവരും ഇന്നാട്ടിലുണ്ട്. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ എതിർപ്പ് നിർദ്ദിഷ്ട നിയമം ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാനാണ് എന്നതാണ്. കേസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിഷ സംഘടനകൾ അതിനെക്കുറിച്ച് കൂടിയാലോചനകളൊക്കെ നടത്തി അതിൽ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും അതിൽ കക്ഷി ചേരേണ്ടതാണെങ്കിൽ കക്ഷി ചേരാനും അതുപോലെ തന്നെ സർക്കാരിനെ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യമുണ്ടെന്ന സന്ദർഭങ്ങളിൽ കോടതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അന്ധവിശ്വാസ നിരോധന നിയമത്തിനുള്ള പ്രതിബന്ധം മതസ്വാതന്ത്ര്യത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ഏതെല്ലാം മാനദണ്ഡങ്ങൾ വെച്ച് നിർവചിക്കുമെന്നാണ്. 2013-ൽ മഹാരാഷ്ട്രയും 2017-ൽ കർണാടകയും അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും പ്രബുദ്ധരെ നൂറ്റം കൊള്ളുന്ന കേരളത്തിൽ അന്ധവിശ്വാസത്തിന്റെ മറവിലുള്ള ക്രൂരത നിർബാധം തുടരുന്നു. ഇരകളാകുന്നത് നിസ്സഹായരായ സ്ത്രീകളും. അരുത് അന്ധവിശ്വാസം, അരുത് ക്രൂരത. പൊതുജനം കഴുതയല്ല സാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.